ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 58ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്ന് പറയുന്ന ആ ഓൾഡ് സോങ്, വളരെ ഹിറ്റായിട്ടുള്ള ലാലേട്ടൻ്റെ നല്ല ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പല്ലവി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എല്ലാ വ്യക്തികളെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പാട്ടാണ് ഇളം മഞ്ഞിൻ കുളിർ. അപ്പം ഇതിൻ്റെ ഒരു സ്കെയിൽ ഞാൻ സി മൈനറിലാണ് ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് ഏത് സ്കെയിലൊക്കെ, ഞാൻ ചിലതിന് ഞാൻ പറയാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ സി മൈനർ സ്കെയിലാണ് ഞാൻ ഈ പാട്ട് വായിച്ച് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ലൈനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലൈൻ. അപ്പം ഇതിന് നോട്ടെന്ന് പറയുന്നത്, അപ്പം നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് 2 പ്രാവശ്യം, എ ഷാർപ്പ് 2 പ്രാവശ്യം, 2 എ ഷാർപ്പ് 2 സി, 2 പ്രാവശ്യം എ ഷാർപ്പ് 2 പ്രാവശ്യം സി, 2 പ്രാവശ്യം എ ഷാർപ്പ് 2 പ്രാവശ്യം സി. ഓക്കെ, അടുത്തത് സി ഡി ഷാർപ്പ്, സി ഡി ഡി ഷാർപ്പ് ഡി, സി ഡി ഡി ഷാർപ്പ് സി, സി ഡി ഡി ഷാർപ്പ് ഡി, സി എ ഷാർപ്പ് ജി, ജി, സി ഡി ഡി ഷാർപ്പ് ഡി, സി എ ഷാർപ്പ് ജി. അല്ല, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ചുമ്മാ ഒരു കണക്ഷനൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് ഡിയും കൂടെ ഒരു ചേർത്ത് നമുക്ക് വായിക്കാം. ഇപ്പോൾ നോർമലി പറയുമ്പോൾ സി ഡി ഡി ഷ, സി ഡി ഡി ഷ, ഡി സി ഡി സി എ ഷ ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ഡി ഡി ഷ, ഡി സി എ ഷാർപ്പ് ജി. അടുത്ത ലാസ്റ്റ് എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി. ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ മതി, അടുത്ത ലൈൻ കിട്ടും. അപ്പം ഇത് 2 പ്രാവശ്യം വായിച്ചാൽ ആദ്യത്തെ 2 ലൈൻ നമുക്ക് സെറ്റ് ആവും. അപ്പം ഇത് 2 പ്രാവശ്യം വായിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഹൃദയമുരളി, ആ ഭാഗമാണ് ഹൃദയ, ആ ഭാഗത്തിൻ്റെ നോട്ടാണ് അടുത്ത് വായിക്കാൻ പോകുന്നത്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പം ആ ഒരു ഭാഗത്തിൻ്റെ 2 ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഹൃദയം ആ ഭാഗമാണ്. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി ഡി ഷ ജി എഫ് ജി, സി ഡി ഷാർപ്പ് ജി എഫ് ജി, സി ഡി ഷാർപ്പ് ജി എഫ് ജി, എഫ് ഡി ഷാർപ്പ് എഫ്, സി ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് എഫ് ജി, എഫ് ജി, എഫ് ഡി ഷാർപ്പ് എഫ്. എന്നോട് പറഞ്ഞുതരാം. സി ഡി ഷാർപ്പ് ജി എഫ് ജി, എഫ് ഡി ഷാർപ്പ് എഫ്. അപ്പോൾ ആ ഭാഗം വായിക്കേണ്ടത് ഹൃദയമുരളി. ഓക്കെ, അപ്പം ആ ഭാഗം അത് ഒരു പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ ലെങ്ത് വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അപ്പം അടുത്ത ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ വായിക്കുക. ഇനി ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ഓക്കെ, ലാ 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 ലാ. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് ഭാഗത്തിൻ്റെയാണ് ഞാൻ നോട്ട് ഇനി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഡി ഡി ഷാർപ്പ് ഡി, അടുത്ത ലാസ്റ്റ് ഭാഗം ഡി ഡി ഷാർപ്പ് ഡി, ഡി ഡി ഷാർപ്പ് ഡി, ഡി ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഡി ഷാർപ്പ് ഡി, ഡി
ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി. അടുത്ത് എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി. അപ്പം ഡി ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് ജി. ഓക്കെ, എഫ് ജി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഡി ഷാർപ്പ് ഡി, എഫ് ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് ജി, എ ഷാർപ്പ് സി. അടുത്ത രാഗം, രാഗം താളം, ആ ഭാഗം രാഗം താളം. അടുത്തത് ഇവിടെ നമ്മൾ ഇപ്പോൾ എ ഷാർപ്പ് ജി, എ ഷാർപ്പ് സി. അടുത്തത് വരുന്നത് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് ഡി. വീണ്ടും എ ഷാർപ്പ് സി, വീണ്ടും എ ഷാർപ്പ് സി, പിന്നെ ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി. അപ്പോൾ ഇവിടെ ഡി ഷാർപ്പ് ഡി, എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി എന്ന് പറയുന്ന സാധനം കുറച്ച് ആവർത്തിച്ച് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ നോട്ട് വരുന്നത്. അപ്പം ഈ ലാസ്റ്റ് ഭാഗത്തെ എ ഷാർപ്പ് ജി, എ ഷാർപ്പ് സി കഴിയുമ്പോൾ ഡി 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 ഷാർപ്പ് ഡി, എ സി, എ ഷാർപ്പ് സി. അതിന് വീണ്ടും ഡി ഷാർപ്പ് ഡി, എ സി. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ വീണ്ടും ഇളമഞ്ഞ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് പല്ലവിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് നമ്മുടെ ലൈക്കുകളൊക്കെ നൽകി നമ്മുടെ ചാനലിന് വളരെയധികം സപ്പോർട്ട് നൽകുന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. വീണ്ടും കൂടുതൽ ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ വർക്ക് സൈറ്റ് അങ്ങനെയുള്ള അവിടെയുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു അവസരം നിങ്ങൾ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പം ബെല്ലൈക്കൺ വിളിച്ചെന്ന് ഓളം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.